ഹലോ ഫ്രണ്ട്സ്, എൽടിഎമ്മിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, എങ്ങനെ ഔട്ട്ലൈൻ ഇടാമെന്നുള്ളത്. അപ്പോൾ ഔട്ട്ലൈനിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെന്ന് കാണുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നേരെ താഴെയായിട്ടും കാണാം. നമുക്കിതിന് ഇന്നത്തെ ട്യൂട്ടോറിയലായിട്ട് വരുന്നത് ഷെയ്ഡിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നേരെ ഷെയ്ഡിങ്ങിലേക്ക് കിടക്കാം. അങ്ങനെ ഷെയ്ഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുൻപേ നമ്മുടെ ഫേസിൽ ഒരുപാട് ഭാഗങ്ങളിലേക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കാനും അതുപോലെ ചെയ്യാനും ഔട്ട്ലൈൻ ഇടാനൊക്കെ ഉണ്ട് ചെറിയൊരു ഭാഗങ്ങൾ. അപ്പോൾ അതുപോലെ കണ്ണട, ഐ, ലിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് സ്പീഡായിട്ട് കണ്ടുവരാം. ജസ്റ്റ് എല്ലാവർക്കും അറിയുന്നത് പോലെയുണ്ട്. ജസ്റ്റ് വൈറ്റ് കളറൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇടുന്ന ചെറിയൊരു മെത്തേഡുകളാണ്. അത് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം. ജസ്റ്റ് ഓക്കെ. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഭാഗം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് ഷെയ്ഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഓക്കെ. ഇനിയിപ്പോൾ വലിയൊരു ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ലിപ്സിൽ വലിയ രീതിയിലൊന്നും ഹൈലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഫസ്റ്റ് കളറൊന്ന് ആദ്യം ഒന്ന് ടീത്തിൻ്റെ കളറൊന്ന് ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ടൊരു ലെയർ സെലക്ട് ചെയ്യുക. അത് ഇതിൻ്റെ മുകളിൽ തന്നെ നിന്നോട്ട് അത് താഴേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ലിപ്സിൽ നിന്നും കളറ് പിക്ക് ചെയ്തിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാനിത് സെറ്റിങ്സ് പോയിട്ട് ഔട്ട്ലൈൻ ഓപ്ഷൻ കൊടുത്തിട്ടാണ്. അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഫേസിലെ ഔട്ട്ലൈന്, ലിപ്സിൻ്റെ ഔട്ട്ലൈനുകളൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് കളർ അപ്ലൈ ചെയ്തു. ഇനി ജസ്റ്റ് കളർ പാലറ്റിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കളർ ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി ലൈറ്റ് ആക്കുക. എന്നിട്ടൊന്നും കൂടി ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടി ഹൈലൈറ്റിങ് ആക്കുക. എന്നിട്ട് അത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ലിപ്സിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പം വലിയ രീതിയിലൊന്നും ചെയ്തിട്ടില്ല. ഇനി ജസ്റ്റ് ആ കളറൊന്ന് പിക്ക് ചെയ്തിട്ട്, ഡാർക്ക് കളറൊന്ന് പിക്ക് ചെയ്തിട്ട് ടീത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ഷെയ്ഡ് പോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിൽ വിട്ടുപോയ ഭാഗങ്ങളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ലിപ്സിൻ്റെ ഭാഗവും കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കളറ് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒപ്പാസിറ്റി ഒരു 20 ഒക്കെ ആക്കി വെച്ചിട്ട് ഇത് സൈഡ് ഭാഗങ്ങളിൽ മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ ഡാർക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി പുതിയൊരു ലെയർ സെലക്ട് ചെയ്യുക. ഇതിനെ നേരെ താഴെയാക്കി വയ്ക്കുക. ഓക്കെ, ഇനി ഫേസിൻ്റെ കളർ പിക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് ഫേസിൻ്റെ കളർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ ലെയറിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഡാർക്ക് ഭാഗങ്ങളിലാണ്. ഇപ്പോൾ ഫേസ് ഷെയ്ഡിങ്ങിൻ്റെ മെയിനായിട്ടുള്ള പറയാനുള്ളത് ഡാർക്ക് ഭാഗങ്ങളിൽ ഡാർക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ചെയ്യുന്നത് പോലെ ഡാർക്ക് ഭാഗങ്ങളിൽ ഡാർക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു മെത്തേഡ് ഇങ്ങനെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് മുഴുവനായിട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ഡാർക്ക് ഭാഗങ്ങളിൽ മാത്രം ഡാർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം.
ഓക്കെ, അങ്ങനെ ഡാർക്ക് ഷെയ്ഡിങ് ചെയ്യുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇനി പുതിയൊരു ലെയർ സെലക്ട് ചെയ്യണം. അത് ഈ കളർ ചെയ്ത കളറിൻ്റെ നേരെ താഴെയായിട്ട് പുതിയ ലെയർ സെറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അടുത്ത കളർ പിക്ക് ചെയ്യുക. ഓക്കെ, പിക്ക് ചെയ്തു. എന്നിട്ടിത് അതേ മെത്തേഡിൽ തന്നെ ഇവിടെയും ഫോളോ ചെയ്യുക. ഓക്കെ, ഒന്ന് ചെയ്യുന്ന കണ്ടിട്ട് വരാം. അങ്ങനെ ആ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നോക്കാം, ആ 2 ലെയർ കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത അതേ സെയിം പ്രോസസ്സ് തന്നെ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ നേരെ താഴെയായിട്ട് വെക്കുക. ഓക്കെ, ഇനി വീണ്ടും അടുത്ത കളർ പിക്ക് ചെയ്യുക. അടുത്ത കളർ പിക്ക് ചെയ്തിട്ട് അടുത്ത ഒരു ഷെയ്ഡ് കളർ എവിടെയാണ് ഉള്ളത് അവിടുന്ന് ഇതിന് കറക്റ്റായിട്ട് അപ്പോൾ ഈ കളറുമായിട്ട് എല്ലാം യോജിച്ചിട്ട് പോകണം. അല്ലാതെ ഇവിടെ ഈ കളർ മറ്റെടുത്ത് വേറൊരു കളർ അങ്ങനെ കൊടുത്ത് പോകുമ്പോൾ ഒരു ചേർച്ച ഇല്ലാതെ പോകും. അതുകൊണ്ട് ഈ ഒരു മെത്തേഡിൽ തന്നെ ഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടിട്ട് വരാം. ഇനിയുള്ളത് ലാസ്റ്റ് കളറിംഗ് ആണ്. ആ ലാസ്റ്റ് കളറിംഗ് ഉദ്ദേശിക്കുന്നത് ഇത് മെയിൻ ഫേസ് കളറാണ്. അതുകൊണ്ട് തന്നെ ഇത് നേരിട്ട് മുഴുവനായി അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മളിതിന് ഔട്ട്ലൈൻ യൂസ് ചെയ്യുന്നില്ല, ചെറിയ തോതിലാണ് ഔട്ട്ലൈൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? ലാസ്റ്റ് കളറാണിത്. ഇപ്പോൾ നമ്മൾ 3 കളറാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തത്, ഷെയ്ഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനിയുള്ള കളർ നേരിട്ട് മുഴുവനായി അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ഫേസിൻ്റെ കളർ ഏകദേശം ഫില്ല് ചെയ്ത് മുഴുവനായിട്ട് ഇനി നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത് നേരിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ യൂസ് ചെയ്യാണ്ട് ചെയ്തതാണ്, അതുകൊണ്ടാണ് നേരിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഈ ഒരു മെത്തേഡ് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ഭാഗങ്ങൾ വിട്ടുപോയതൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ പറയാനുള്ളത്, ഇതിൽ നിങ്ങളിപ്പം കളർ അപ്ലൈ ചെയ്തിട്ട് ഇത് നിങ്ങളുടെ ആ ഒരു ഫോട്ടോ ആയിട്ട് മാച്ച് ആകുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബ്രഷിന് നേരെ താഴെയായിട്ട് സെലക്ട് ചെയ്ത പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്താൽ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇത് നിങ്ങൾ ഓരോ ലെയറായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെ മാറ്റി കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ലെയർ സെക്ഷനിൽ വന്നിട്ട് ഇതുവരെ ചെയ്ത ലെയറുകൾ, ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത എല്ലാ കളറുകളും മുഴുവനായി മെർജ് ചെയ്ത് കൊടുക്കുക. ഇതെവിടെ കാണാം, രണ്ടാമതായിട്ടുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മുഴുവനായി മെർജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഹൈലൈറ്റിംഗ് ആണ്. അപ്പോൾ ലാസ്റ്റ് കളർ പിക്ക് ചെയ്തു. അത് ഒപ്പാസിറ്റി ഒരു 50 ഒരു 60 സെറ്റ് ചെയ്തിട്ട് മാത്രമേ ഹൈലൈറ്റ് ചെയ്യാവൂ. അത് നേരിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട്
ഒരു ഹൈലൈറ്റിങ് വന്നതുപോലെ തോന്നും. ഇത് വേണ്ട, നമുക്ക് അത്യാവശ്യം ലൈറ്റായിട്ടേ വേണ്ടൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഷെയ്ഡിങ്ങിൻ്റെ ആ ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്കുള്ള കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബ്ലൂ സെലക്ട് ചെയ്തിട്ട് ആദ്യം അത് മുഴുവനായി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ബ്ലൂ അപ്ലൈ ചെയ്ത് അത് മുഴുവനായി ഫില്ല് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ഡാർക്ക് കളർ, അപ്പം ബ്ലൂവിൻ്റെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്തിട്ട് ഗ്ലാസ്സിൻ്റെ ഒരു ഹാഫിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഡ്രോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് ഭാഗത്തും ഡ്രോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അത് ടൂളിലേക്ക് വന്നിട്ട് അവിടെ ഗ്രേഡിയൻ്റ് ഓപ്ഷൻ ചെയ്ത കളറിലേക്ക് ക്ലിക്ക് ചെയ്തതിനാൽ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ ഡാർക്ക് കളർ വീണ്ടും സെലക്ട് ചെയ്യുക. എന്നിട്ട് മേലെ കൊടുത്ത കളർ ഒന്നും കൂടിയും പിക്ക് ചെയ്തിട്ട് ആ ഗ്രേഡിയൻ്റിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തതിനാൽ ആ ഭാഗം ഒന്ന് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പോലെ ആകും. ഓക്കെ, അങ്ങനെ രണ്ട് ഭാഗവും ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇവിടെ പാർട്ട് 2 വീഡിയോ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഷെയ്ഡിങ് ആയിരുന്നു മെയിൻ മെത്തേഡ് പറഞ്ഞത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നാളത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പാർട്ട് 3 കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ബൈ ബൈ.